നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന 4 ചികിത്സാ ധനസഹായ പദ്ധതികളെക്കുറിച്ചും ആരോഗ്യ ഇൻഷുറൻസുകളെക്കുറിച്ചുമുള്ള സമഗ്രമായ വിവരങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ മൂലമോ അല്ലെങ്കിൽ തുടർച്ചയായ ചികിത്സകൾ മൂലമോ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് സർക്കാരിന്റെയും വിവിധ ട്രസ്റ്റുകളുടെയും സാമ്പത്തിക സഹായങ്ങൾ വലിയൊരു അനുഗ്രഹമാണ്. മുൻപുണ്ടായിരുന്ന പല തടസ്സങ്ങളും നീക്കി കൂടുതൽ ആളുകളിലേക്ക് ഈ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ നിലവിൽ സാധിക്കുന്നുണ്ട്. BPL, APL വ്യത്യാസമില്ലാതെ സ്വന്തം വരുമാന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്കും അർഹതപ്പെട്ട സഹായങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്നും അതിനായി സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ഏതൊക്കെയാണെന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നിലവിലുള്ള സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ വിശദമാക്കുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായി ഈ അപ്ഡേറ്റ് കാണുക. ഒപ്പം വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ പദ്ധതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അഥവാ CMDRF നിന്നുള്ള ചികിത്സാ ധനസഹായമാണ്. ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും അടിയന്തരമായ ശസ്ത്രക്രിയകൾ ആവശ്യമായി വരുന്നവർക്കും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കും. റേഷൻ കാർഡ് BPL ആയിരിക്കണമെന്ന് ഇതിന് യാതൊരു നിർബന്ധവുമില്ല. APL കാർഡ് ഉടമകൾക്കും കുടുംബ വാർഷിക വരുമാന മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അപേക്ഷിക്കാവുന്നതാണ്. ചികിത്സിക്കുന്ന ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ ഒറിജിനൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സയ്ക്കായി കണക്കാക്കുന്ന അനുമാന തുക, രോഗിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ചുറ്റുപാടുകൾ വ്യക്തമാക്കുന്ന വിവരങ്ങൾ, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയാണ് പ്രധാനമായും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. കൂടാതെ രോഗിയുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിലവിലുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവയും ഇതിന് ആവശ്യമാണ്. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, ജനസേവന കേന്ദ്രങ്ങൾ എന്നിവ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി ഓൺലൈൻ പോർട്ടൽ വഴിയോ വളരെ എളുപ്പത്തിൽ ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ പെൻഡിംഗിലുണ്ടായിരുന്ന അപേക്ഷകളിലടക്കം സർക്കാർ വേഗത്തിൽ തീരുമാനമെടുക്കുകയും അർഹരായവർക്ക് തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെയും ഏറ്റവും പ്രചാരമുള്ളതുമായ ഇൻഷുറൻസ് പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJY, സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും എന്നിവ രണ്ടും സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന CASP ഇൻഷുറൻസ്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ അർഹതപ്പെട്ട കുടുംബത്തിനും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്നു. മുൻപ് ഇത് തിരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിൽ ലഭ്യമായിരുന്നെങ്കിലും നിലവിൽ ഭൂരിഭാഗം സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഇത് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എങ്കിലും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ, താലൂക്ക്, ജനറൽ ആശുപത്രികളിലും ഈ ഇൻഷുറൻസ് ആനുകൂല്യം പൂർണ്ണമായും ലഭ്യമാണ്. ആശുപത്രിവാസം, വിവിധ ശസ്ത്രക്രിയകൾ, സർജറി ഉപകരണങ്ങളുടെ ചെലവ്, ICU വാടക, റൂം റെന്റ്, ഡോക്ടറുടെ ഫീസ്, ലബോറട്ടറി പരിശോധനകൾ, ആവശ്യമായ മരുന്നുകൾ എന്നിവയെല്ലാം ഈ 5 ലക്ഷം രൂപയുടെ പരിധിയിൽ നിന്നും ഘട്ടം ഘട്ടമായി ക്ലെയിം ചെയ്യാം. കുടുംബത്തിലെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അംഗങ്ങൾക്ക് പങ്കുവച്ചോ ഒരു വർഷം ഈ തുക വിനിയോഗിക്കാവുന്നതാണ്. തൊട്ടടുത്ത വർഷം വീണ്ടും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ പുതുക്കപ്പെടുകയും ചെയ്യും. എന്നാൽ നിലവിൽ CASP പദ്ധതിയിലേക്ക് പുതിയതായി ആളുകളെ ചേർക്കുന്നതിനുള്ള അവസരം ലഭ്യമല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുൻപ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയ സർവേകളുടെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡുകളിൽ സീൽ പതിപ്പിച്ച് അർഹരായി കണ്ടെത്തിയവർക്ക് മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പിൻവശം പരിശോധിച്ചാൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, CASP, PMJY അല്ലെങ്കിൽ പഴയ RSBY എന്നിവയുടെ സീലുകളോ രജിസ്ട്രേഷൻ വിവരങ്ങളോ കാണാൻ സാധിക്കും. അത്തരം സീലുകളുള്ള കാർഡുടമകളുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഈ 5 ലക്ഷം രൂപയുടെ ആനുകൂല്യം ആശുപത്രികളിൽ കാർഡ് കാണിച്ച് നേടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ സ്വന്തം റേഷൻ കാർഡിൽ ഈ അടയാളങ്ങൾ ഉണ്ടോ എന്ന് എല്ലാവരും മുൻകൂട്ടി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ ഏറെ ഉപകാരപ്പെടും. മൂന്നാമതായി, കേന്ദ്ര സംസ്ഥാന ഇൻഷുറൻസുകളായ 5 ലക്ഷം രൂപയുടെ പദ്ധതികളിൽ അംഗത്വം ലഭിക്കാത്ത സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയൊരു താങ്ങാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ KBF. APL റേഷൻ കാർഡ് ഉള്ളവർക്ക് പോലും കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഈ പദ്ധതി പ്രകാരം ചികിത്സാ സഹായത്തിനായി അപേക്ഷിക്കാം. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിലൂടെ ധനസഹായമായി ലഭിക്കുന്നു. മെഡിക്കൽ കോളേജുകളിലോ മറ്റ് നിശ്ചിത സർക്കാർ ആശുപത്രികളിലോ ചികിത്സയിൽ കഴിയുമ്പോൾ വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ KBFന്റെ നിശ്ചിത ഫോം പൂരിപ്പിച്ച് ആവശ്യമായ മെഡിക്കൽ രേഖകളും വരുമാന സർട്ടിഫിക്കറ്റും സഹിതം സമർപ്പിച്ചാൽ ഈ ആനുകൂല്യം വളരെ വേഗത്തിൽ ലഭ്യമാകും. അർഹതപ്പെട്ട ഇൻഷുറൻസ് കാർഡുകൾ ഇല്ലാത്തവർക്ക് ഇത് വലിയൊരു സാമ്പത്തിക സഹായമാണ്. നാലാമതായി, സർക്കാർ പദ്ധതികൾക്ക് പുറമെ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നൽകിവരുന്ന മെഡിക്കൽ അസിസ്റ്റന്റ് പദ്ധതിയാണ് മറ്റൊരു പ്രധാന ആശ്വാസം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിർധനരായ രോഗികൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ തുക ധനസഹായമായി ട്രസ്റ്റ് നൽകുന്നുണ്ട്. ഇതിനായി രോഗിയുടെ രോഗവിവരങ്ങൾ, നിലവിലെ സാമ്പത്തിക അവസ്ഥ, ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്നുള്ള യഥാർത്ഥ മെഡിക്കൽ ബില്ലുകൾ, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ കൃത്യമായി ഫൗണ്ടേഷന്റെ പോർട്ടൽ വഴി ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപേക്ഷ ലഭിച്ച ശേഷം ട്രസ്റ്റിന്റെ പ്രതിനിധികൾ നേരിട്ടോ അല്ലാതെയോ നടത്തുന്ന കൃത്യമായ വെരിഫിക്കേഷന് ശേഷമായിരിക്കും
തുക അനുവദിക്കുന്നത്. നിലവിൽ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉപകാരപ്രദമായ ഈ സൗജന്യ ചികിത്സാ ധനസഹായ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഈ അപ്ഡേറ്റിൽ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾക്കും പുതിയ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുകയും ചെയ്യുക. Please subscribe our channel.